ഹായ്, ഞാനിന്ന് ഹൈദരാബാദിൽ മാർട്സിൻ്റെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയാണ് പോകുന്നത്. ഒരു സർവേ ഉണ്ട്, ഒരു ഫീഡർ മീറ്റിംഗ് കൂടിയാണ്. അങ്ങനെ ഞാൻ എയർപോർട്ടിലെത്തി. ഇവിടെ നിന്ന് നമ്മുടെ ഡിജി ആപ്പ് വഴി എല്ലാം വളരെ ഈസിയായി പ്രോസസ്സ് ചെയ്ത് നടന്നു. എൻ്റെ കൂടെ എൻ്റെ ബാഗും ലഗേജും എല്ലാം വന്ന് എയർപോർട്ടിലെത്തി. നമ്മുടെ ഫ്ലൈറ്റൊക്കെ നോക്കി ചെക്കിങ്ങിനുള്ള പ്രോസസ്സും എല്ലാം കഴിഞ്ഞ് നേരെ നോക്കുക. ഞാൻ എൻ്റെ ഫ്ലൈറ്റ് ഒന്ന് ചെക്ക് ചെയ്യാണ്. അവിടെ എൻ്റെ ഫ്ലൈറ്റ് ഉണ്ടോ, ഇത് തന്നെയാണോ എന്നൊന്ന് ദൂരേത് ഞാൻ ചെക്ക് ചെയ്യുന്നു. അതേപോലെ തന്നെ എൻ്റെ ലഗേജ് കയറിയോ എന്നൊരു കൺഫർമേഷൻ ഉണ്ട്. ചുമ്മാ ഇതെൻ്റെ ഫ്ലൈറ്റ് അല്ല കേട്ടോ. അങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നത് ബോർഡിംഗ് പാസിലേക്ക് എത്തി നേരെ നടന്ന് പതുക്കെ എല്ലാ വ്യൂവും കണ്ട് ആസ്വദിച്ച് ഫ്ലൈറ്റിൽ കയറി ഇരിക്കുകയാണ്. അങ്ങനെ കുറച്ച് നേരത്തിനുള്ളിൽ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. എനിക്കുള്ള ഫുഡും വന്നു. ചിക്കൻ ടിക്കി ജിങ്കിൾ എന്നേതാണ്ടാണ് പറയണ പേര്. അങ്ങനെ അതും കഴിച്ച് ആസ്വദിച്ച് ഞാൻ ഹൈദരാബാദ് എത്തി. നല്ല മഴയാണ് കേട്ടോ ഇവിടെ. നല്ല ക്ലൈമറ്റും തണുപ്പുള്ള ക്ലൈമറ്റും മഴയാണ്. അത് ആ എയർപോർട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ക്ലിയറായിട്ട് മനസ്സിലാവും. മഴയത്ത് ഒരാൾ കുടയും ഇല്ലാതെ തലയിൽ തൻ്റെ ബാഗും വെച്ച് ഓടിയ രംഗമാണ് കണ്ടത്. വ്യൂ കാണൂ, ഭംഗിയുണ്ട് ശരിക്കും പറഞ്ഞാൽ. പിന്നെ എയർപോർട്ടിലെത്തി ലഗേജ് കളക്ട് ചെയ്തു. കളക്ട് ചെയ്യണ സ്ഥലത്തേക്ക് വേണ്ടി ഞാൻ നടക്കുന്നു. ഒരാളുടെ പുറകെയൊക്കെ പതുക്കെയാണ് പോകുന്നത്. വലിയ എയർപോർട്ടാട്ടോ സംഭവം. ഹൈദരാബാദ് കൊച്ചി പോലെയല്ല, ശരിക്കും വലുതാണ്. ലഗേജ് ബാഗിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ദാ എൻ്റെ ബാഗ് വന്ന് ആരും എടുത്തുകൊണ്ട് പോകാതിരിക്കാനും മാറിപ്പോകാതിരിക്കാൻ വേണ്ടി ഒരു ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള സ്റ്റിക്കറാണ് ഒട്ടിച്ചത്. നമ്മുടെ കമ്പനിയുടെ തന്നെ 2 സ്റ്റിക്കറും കൂടി ആണെങ്കിലും ഒട്ടിച്ചപ്പോൾ ബാഗ് മാറിപ്പോയില്ലല്ലോ, എന്ത് ചെയ്താൽ. ഒരു രസം. പിടിഗിരിയിലാണ് നമ്മുടെ ബ്രാൻഡും വരുന്നത്. എയർപോർട്ട് വന്നു. അത് കഴിഞ്ഞ് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാബ് വിളിക്കുന്നത് പുറത്തേക്കാണ്. D1 D2 എന്ന് പറഞ്ഞ സ്ഥലത്താണ് ക്യാബ് വിളിക്കുന്നത്. ഒരു സൈഡിൽ പ്രീമിയം ക്യാബ്സും മറ്റേ സൈഡിൽ നോർമൽ യൂബർ ക്യാബുമാണ്. അപ്പോൾ ഇത് നമ്മുടെ ക്യാബാണ്. നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഓരോ 1 by 1 വണ്ടി വന്നാണ് നമ്മളെ പിക്ക് ചെയ്യുന്നത് ഇവിടെ നിന്ന്. അങ്ങനെ ഇദ്ദേഹം തന്നെയാണ്. എന്തുകൊണ്ട് ഇത്രയും ഡിലേ ആവണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ അവസാനം പുള്ളി കൺവീൻസ് ചെയ്ത് സംഭവം എടുത്തു. നേരെ പോന്നു. വളരെ ഭംഗിയുണ്ട് കേട്ടോ ഇവരുടെ സിറ്റി. മഴയായതുകൊണ്ടാണോ എന്നറിയില്ല, എന്തായാലും ഒരു വ്യൂ വളരെ ഭംഗി. ഒരു ഫോറിൻ കൺട്രിയുടെ വ്യൂവും എല്ലാം കിട്ടി. പുള്ളിയാണെങ്കിൽ ഒരു അല്പം സ്പീഡിൽ പോകാനുള്ള ഒരു പ്ലാനിലാണെന്ന് തോന്നുന്നു. എല്ലാ വണ്ടീനെ ഓവർടേക്ക് ചെയ്യണ കാണുമ്പോൾ തന്നെ. എന്തായാലും പുള്ളി NH കയറുമ്പോൾ ഒരു പിടുത്തു. നല്ല രീതിയിലൊരു 120-ലേക്കൊക്കെയാണ് പുള്ളി കയറുന്നത്. റോഡ് 120 പോവാം എന്നുള്ളതുണ്ട്, അത് വേറെ കാര്യം. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ പുള്ളി 120 വിട്ടു പോകുന്നത്. നല്ല റോഡാട്ടോ, നല്ല ആസ്വദിച്ച് നല്ല ഒരു ട്രാഫിക്കും കൂടാതെ ഭംഗിയായിട്ടും സൈഡിലെ സീനറീസ് എല്ലാം കണ്ട് നമുക്ക് രസമാണ് ഒരു രീതി പറഞ്ഞ അകത്ത്. ഒന്ന് ക്ലൈമറ്റും കൂടി ഭംഗിയാണ്. എന്തോരം ബിൽഡിങ്ങും കമ്പനീസുമാണ് സൈഡിലും വരുന്നത്, അതും കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ ഹോട്ടലിലെത്തി. മിനാറ ഗ്രാൻഡിലാണ് കമ്പനി നമുക്ക് താമസം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ചെക്കിംഗ് പ്രോസസ്സിലേക്ക് വേണ്ടി അകത്തേക്ക് ചെല്ലുന്നു. ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഒരു രീതിയിൽ അകം കുഴപ്പമില്ല എന്നേ ഉള്ളൂ. ബിഗ്ഗർ വളരെ ഭംഗി എന്ന് ഇതില്ല, പക്ഷെ ഭംഗിയായിട്ടുണ്ട്. നമ്മുടെ റൂമിലേക്ക് കയറി ഒന്ന് റെസ്റ്റ് എടുത്തു. ഇനി ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോകാമെന്ന് വെച്ച് രാത്രി ഭക്ഷണം കഴിക്കാൻ വേണ്ടി. അപ്പം എൻ്റെ കൂട്ടുകാരനും കൂടി ആ സമയത്ത് വന്നു. അവൻ്റെ പേര് രാജേഷ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അവനും ഞാനും കൂടി തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിൽ കയറി, റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിച്ചു. പക്ഷേ ഒരു മുട്ട ബുൾസൈ കഴിക്കണം എന്നൊരാഗ്രഹം, പക്ഷേ ഇവിടെ അത് ഉണ്ടായില്ല. ഇൻഡിപെൻഡൻസ് ഡേ ആയി കഴിഞ്ഞതിൻ്റെ ആണോ എന്നറിയില്ല. നല്ല ഭംഗിയായിട്ട് ഡെക്കറേറ്റ്. ഇതാണ് രാജേഷ്. ഞങ്ങളൊരു ബിരിയാണിയാണ്, ഹൈദരാബാദ് ടൈപ്പ് ബിരിയാണി, കോമ്പി ബിരിയാണിയാണ് കഴിച്ചത്. തൊട്ടടുത്ത് പുറത്തിറങ്ങി ഒരു ബുൾസൈ നമുക്കൊരു ഹരമാണ്. അതുകൊണ്ട് ഓരോ ബുൾസൈയും വെച്ച് അടിച്ച് കഴിച്ച് നല്ല സുഖിച്ച് കഴിഞ്ഞ് അങ്ങനെ ഡേ 1 ഞങ്ങൾ കഴിഞ്ഞു. ആസ് യൂഷ്വൽ പോലെ മോർണിംഗ് റെഡിയായി ഫ്രഷപ്പായി പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഒരു സെൽഫി മസ്റ്റാണല്ലോ നമുക്കത്. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. എന്താണ് ഫീഡർ മീറ്റിങ്ങും അല്ലെങ്കിൽ സർവേ മീറ്റിങ്ങുമാണ്. അപ്പോൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് വളരെ നല്ലതാട്ടോ. പല പല നോർത്ത് ഇന്ത്യൻസും സൗത്ത് ഇന്ത്യൻസും അടങ്ങിയിരിക്കുന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന റൂമും അടിപൊളി ഭംഗിയായിട്ടാണ് അവർ ഒരുക്കിയിരിക്കുന്നത്. പല ടൈപ്പ് വെറൈറ്റി ഓഫ് ഫുഡ്സാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അതിൽ നമുക്ക് ഏത് വേണമെങ്കിലും ബുഫ മോഡലിൽ എടുത്ത് കഴിക്കാം, ഒരു കുഴപ്പമില്ല. കാര്യം നമ്മൾ തന്നെയാലോ പേ ചെയ്യണത്, അതുകൊണ്ടാണ്.
വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ അത് കൺഫ്യൂഷനായി എന്ത് വേണം എന്ത് കഴിക്കണമെന്ന്. പിന്നെ നമുക്ക് പെട്ടെന്ന് കണ്ണെത്തിയത് ദോശയിലേക്ക് കയറണം. ചെറിയൊരു ദോശയും വടയും അതേപോലെ ചട്നി എടുത്തു. ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ എന്നെ മാറി മാറി വിളിക്കുന്നു എന്ത് ഓംലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ബുൾസൈക്ക് വേണ്ടി. അപ്പോൾ ഞാൻ ഫുഡ് എടുത്തു, ഒരു ജ്യൂസും എടുത്തു. നമ്മുടെ ബുൾസൈ ഉണ്ടാക്കുന്ന ചേട്ടനോട് പറഞ്ഞു, മൂപ്പര് നല്ല രീതിയിൽ നല്ല ബുൾസൈക്ക് പൊട്ടി സൂപ്പറായിട്ട് ഉണ്ടാക്കി തന്നു. അതും എനിക്ക് സെർവ് ചെയ്തിരിക്കുന്നു. ഹോട്ടലിൽ നിന്ന് കമ്പനി ഓഫീസിലേക്ക് 1.5 കിലോമീറ്റർ മാക്സിമമാണ് കണ്ടത്. എന്നാൽ പിന്നെ ക്യാബ് ബുക്ക് ചെയ്യാതെ ഒന്ന് നടന്നേക്കാം എന്ന് വിചാരിച്ചു. നല്ല ക്ലൈമറ്റുമാണ്. ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് താനും. എന്നാലും കുഴപ്പമില്ല, ഞാനും രാജേഷും കൂടി ഒന്ന് നടന്നു പോകുന്നു. പക്ഷെ ട്രാഫിക്കിനേക്കാളും പാട് ഇവിടെ ക്രോസിംഗ് ആണ്. ഒന്ന് ക്രോസ് ചെയ്ത് എത്താൻ ഭയങ്കര ബുദ്ധിമുട്ടിപ്പോയി. പക്ഷേ ഇതാണ് ഞങ്ങളുടെ കമ്പനിയുടെ ഇതിൻ്റെ 11th ഫ്ലോറിലാണ് നമ്മുടെ കമ്പനി ഇരിക്കുന്നത്. ഓവറോൾ വ്യൂ ഇതാണ്. നേരെ ലിഫ്റ്റ് എടുത്തു 11th ഫ്ലോറിലേക്ക് പോകുന്നു. ഇതാണ് കമ്പനിയുടെ ഔട്ട്സൈഡ്. കമ്പനിയുടെ ഇൻസൈഡും കമ്പനിയുടെ അകംഭാഗങ്ങളും ജസ്റ്റ് ഒരു നോക്കം നമുക്ക് കാണാം. വളരെ നാച്ചുറലായിട്ട് നല്ല ഫീലിംഗ് ഗുഡായിട്ട് രീതിയിലാണ് കമ്പനി ഡിസൈൻ ചെയ്ത് ഇരിക്കുന്നത്. കോമൺ. ഇനി കമ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർക്ക് 2 നായ്ക്കുട്ടികളുണ്ട്. ഒന്ന് മായയും മിലുവും. 2 പേരുമാണ് ഇവിടെ രാജാക്കന്മാരായിട്ട് വാഴുന്നത് ഇൻസൈഡായിട്ട്. അതൊരു രസമായിട്ടുള്ള സംഭവമാണ്. പിന്നെ നമ്മുടെ മീറ്റിംഗ് ആരംഭിച്ചു. രാവിലെ മീറ്റിംഗ് ആരംഭിച്ചതിന് ശേഷം ഞങ്ങളെല്ലാവരും ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ ഫുഡ് കോർട്ടിൽ പോയി. ഫുഡ് കോർട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ കണ്ടൊരു വ്യൂ ഉണ്ട്. ഇതാണ് ആ വ്യൂ. മഴയുണ്ട് കേട്ടോ, എന്നാലും ആ കാണുന്ന ഒരു ഭംഗിയും മനോഹരവും ഇതും എല്ലാം രീതിയിൽ നമ്മുടെ വീട്ടിൽ ചീട്ട് അടുക്കി വെക്കുന്നത് പോലെയാണ് ദൂരേന്ന് നോക്കുമ്പോൾ കാണുന്നത്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, മായയും മിലുവുള്ളൊന്നും അവരുടെ റൂമാണ് ഇത് വരുന്നത്. ഇതിൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ വേറൊരു വ്യൂ, ഓഫീസിൽ നിന്ന് നോക്കുമ്പോൾ വേറൊരു വ്യൂ കാണാൻ സാധിക്കും. ഇങ്ങനെ നമ്മൾ ഫിലിംസിനൊക്കെ കണ്ടിട്ടുള്ള ട്രാഫിക്കിൽ ഓരോ വണ്ടികൾ ഇങ്ങനെ വൺ ബൈ പോകുന്നത്, അതെനിക്ക് അതിൻ്റെ സൈഡിലൊരു പാർക്കുണ്ട് കേട്ടോ. പക്ഷെ പോകാനുള്ള സമയം കിട്ടിയില്ല. കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് കയറണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. വീണ്ടും നോക്കാം. പിന്നെ നമ്മുടെ റൂമിൻ്റെ മാർസിൻ്റെ പെറ്റ് കെയർ ബെറ്റർ വേൾഡ് ഫോർ പെറ്റ്സ് എന്നുള്ള സംഭവം ബോർഡും. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കളിച്ചേക്കാന്ന് വിചാരിച്ച്. കളിയിൽ എക്സ്പേർട്ടൊന്നും അല്ല ഈ കളി, പക്ഷെ എന്തോ നല്ല സമയമായതുകൊണ്ട് കറക്റ്റായിട്ട് അങ്ങ് വീണു. പിന്നെ വീണ്ടും ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ നേരെ മീറ്റിംഗ് റൂമിലേക്ക് പോവുകയാണ്. ഇത് വൈകിട്ട് വരെ മീറ്റിംഗ് ഉണ്ട്. ഒരു ചെറിയൊരു ഫീഡർ മീറ്റിംഗ് ആണ്. ഇതാണ് നമ്മുടെ മീറ്റിംഗ് റൂമിലേക്ക് വരുന്നത്. ഞങ്ങളെല്ലാവരും ഓരോ ടീം വൈസ്, രാജേഷും ഇയയും രോഹിത് ബോസും അതേപോലെ തന്നെ കൂടെയുള്ള എല്ലാവരും കൂടി ഇരുന്നങ്ങ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാണ്. മീറ്റിംഗ് റൂം വളരെ ഭംഗിയാണ്. മീറ്റിങ്ങിന് ശേഷം ഇന്നെന്തായാലും വൈകിട്ട് എല്ലാവരും പുറത്തു പോയി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതോടൊപ്പം തന്നെ ഒരാളുടെ സെൻഡ് ഓഫും കൂടിയാട്ടോ ഇന്ന്. അപ്പോൾ ലാൽ സ്ട്രീറ്റ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റ് കം ബാറിലേക്കാണ് പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതൊരു മാളിലാണ്, ഹൈദരാബാദ് തന്നെ, ഓഫീസിൽ നിന്നൊക്കെ അടുത്ത് തന്നെ. അപ്പോൾ ലാൽ സ്ട്രീറ്റ് ബാറിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഇൻസൈഡൊക്കെ നല്ല കളർഫുള്ളായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പള്ളിപ്പെരുന്നാളിൻ്റെ രീതിയിൽ വെച്ചതുപോലെയാണ് തോന്നുന്നത്. പക്ഷെ അതിൻ്റെ ബാൽക്കണി വ്യൂ സൂപ്പർ ആട്ടോ. നല്ല കാറ്റ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓരോരോ ഇലകളും ചെറിയ ചെറിയ ചെടികളൊക്കെ ആടുന്നതിൻ്റെ വ്യൂ. ഓരോരുത്തർക്കും അവരവർക്ക് വേണ്ടിയുള്ള ബീവറേജസും ഫുഡ്സും എല്ലാം ഓർഡർ ചെയ്ത് ലാവിശമായിട്ട് കഴിച്ചങ്ങ് തുടങ്ങി. രസം. ഓരോരോ ചില്ലി വർത്തമാനങ്ങളും അതിൻ്റെ ഒപ്പം മധുരം പകർന്നു. അതിൻ്റെ ഔട്ട് സൈഡ് വേണമെങ്കിൽ ജസ്റ്റ് പുറത്തിറങ്ങിയാൽ വേണമെങ്കിൽ ഒന്ന് DJ ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ എന്തോ ആരും അവിടെ എത്തിയില്ല. ചിലപ്പോൾ വീക്ക് ഡേ അല്ലാത്തതുകൊണ്ടായിരിക്കും. വീക്കെൻഡിലാണല്ലോ പൊതുവെ എല്ലാവരും വന്ന് എൻജോയ് ചെയ്യുന്നത്. പക്ഷെ തിരക്കുണ്ടായിരുന്നു. ഭംഗിയാണ് സംഭവം. നിങ്ങൾക്ക് ജസ്റ്റ് കാണുമ്പോൾ തന്നെ തോന്നുന്നില്ലേ കൊള്ളാലോ ഒന്ന് വരണമെന്ന്? എനിക്കും തോന്നിയായിരുന്നു. പക്ഷെ 1 ടൈം ആട്ടോ എനിക്ക് തോന്നിയുള്ളൂ, പിന്നെ തോന്നിയില്ല. എന്തായാലും അടിപൊളി.
അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ ഒരു സെൻഡ് ഓഫ് ഉണ്ടെന്ന്. അപ്പോൾ എൻ്റെ കൊളീഗ്സിന് വേണ്ടി എൻ്റെ കൊളീഗ്സ് എല്ലാവരും കൂടി പ്രിപ്പയർ ചെയ്ത് ഒരു ചെറിയൊരു മൊമെൻറ്റോ ഗിഫ്റ്റും എല്ലാം ഇവിടെ ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. അപ്പോൾ ഇത് ശശാങ്ക് എന്ന് പറഞ്ഞ എമർജിങ്ങിൻ്റെ ബോസാണ്, മൂപ്പരാണ് ടോപ്പ് MD ഹെഡ് പോലെ നിൽക്കുന്നത്. പിന്നെ ഓരോരോ കൊളീഗ്സ് നല്ല നല്ല അഭിപ്രായങ്ങളും അവരുടെ ടീം ഷെയർ ചെയ്ത കാര്യങ്ങളും എല്ലാം അവതരിപ്പിച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇന്നത്തെ ദിവസം സന്തോഷമായി പിരിഞ്ഞു. ഡേ 3 സ്റ്റാർട്ട് ചെയ്തത് പഴയതുപോലെ തന്നെ കുളിച്ച് റെഡിയായി. ഞാൻ ഇന്നത്തെ പോലെ തന്നെ ഒരു സെൽഫി എടുത്തു. അതേപോലെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് സർവേ ആണ് നടത്തുന്നത്. ആസ് യൂഷ്വൽ പോലെ റൂമിൽ നിന്ന് പുറത്തിറങ്ങി നേരെ ഫുഡ് കഴിക്കാനായിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിലേക്ക് പോവുകയാണ്. അപ്പോൾ രാജേഷ് ഓൺ ടൈമിൽ വന്നിരുന്നു. അവനും കൂട്ടി അവൻ ഏതൊക്കെയോ ഫ്രൂട്ട്സും ഐറ്റംസൊക്കെയാണ് എടുത്ത്. ഞാൻ ആസ് യൂഷ്വൽ പോലെ ഇന്നെടുത്തത് പൊങ്കലാണ്. ഞാൻ ഇന്നെടുത്തത് പൊങ്കലും കുറച്ച് എന്താ പറയുക വെജിറ്റബിൾസും എഗ്ഗും എടുത്തു കഴിച്ചു. നേരെ പുറത്തേക്ക് ഇറങ്ങുന്നു. ഞാൻ എന്താ പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇന്നലത്തെ പോലെ തന്നെ ഇന്നും നടന്നങ്ങ് പോയാലോ, 1.5 കിലോമീറ്റർ അല്ല, ഒരു എക്സസൈസും ആവും എന്ന് വിചാരിച്ച് അവനെ കൺവിൻസ് ചെയ്ത് ഞങ്ങൾ നേരെ നടക്കാൻ തുടങ്ങി. ആസ് യൂഷ്വൽ പോലെ തന്നെ റോഡ് ക്രോസ് ചെയ്യുന്നതാണ് ഇവിടെ ഏറ്റവും വലിയൊരു ടാസ്ക് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ട വന്നിരുന്നു ഒന്ന് റോഡ് ക്രോസ് ചെയ്യാൻ. അത്രമാത്രം തിരക്കുണ്ട്. ആരും വെയിറ്റ് ചെയ്ത് തരുന്നില്ല ഞങ്ങൾക്ക് വേണ്ടി. ഇതാ കാണുന്ന ഗൂഗിളിൻ്റെ ഒരു ഓഫീസാട്ടോ. പോകുന്ന വഴിക്ക് കണ്ടതാണ് ഇത്. ഓരോരോ തരികിട കളികളാണ് ഇത്. കാശ് വെച്ച് കളിക്കാം. കാശ് പോയില്ല, കളിച്ചില്ല. അതുകൊണ്ട് ഓഫീസിലെത്തി നേരെ അകത്തേക്ക് കയറുന്നു. അപ്പോൾ ഇന്നത്തെ മീറ്റിംഗ് ഒരു ടീം എൻഗേജ്മെൻ്റ് കൂടിയാണ് ചെയ്യുന്നത്. എല്ലാവരും അവരുടെ ഓരോരുത്തരായിട്ട് തന്ന നല്ല കാര്യങ്ങൾക്കും അതിനു വേണ്ടി ഒരു എംപവർമെൻ്റ് ഒക്കെ കൂടിയാണ് നടത്തുന്നത്. അവസാനം എല്ലാവരും എൻ്റെ റോളും വന്നു. പിന്നെ ബാക്ക് ടു മീറ്റിങ്ങിലേക്ക് വന്നു. സർവേ ആണ് ഇന്നത്തെ നടന്ന് എങ്ങനെ വേണം സർവേ ചെയ്യാൻ ഉള്ള കാര്യങ്ങൾ ഒരു ക്ലാസ് എടുക്കലായിരുന്നു സെക്കൻഡ് ഡേയിൽ. അത് കഴിഞ്ഞ് ഈവനിങ് ആയപ്പോഴേക്കും നമ്മുടെ അടുത്ത കൊളീഗും കൂടി എന്ന് പറഞ്ഞാൽ ശശാങ്ക് ബോസ് അദ്ദേഹം മാറുകയാണ്. അപ്പോൾ മൂപ്പർക്കും ഈ ടീമിലെല്ലാവരും ഒരു മൊമെൻറ്റോയും ഒരു ഫോട്ടോയും എടുക്കലാണ് നമ്മൾ ഈ കാണുന്നത്. അത് കഴിഞ്ഞ് വൈകിട്ട് റൂമിലേക്ക് ബാക്ക് ക്യാബ് വിളിക്കാതെ നടക്കാമെന്ന് വിചാരിച്ച് ഞാനും രാജേഷും വരുന്നു. പക്ഷേ ഇതിൻ്റെ വ്യൂ കണ്ടോ, സമയം 7 മണി കഴിഞ്ഞ് 7:10 എന്നിട്ടും ഒരു പ്രസൻ്റാണ് ലൈറ്റ്. ഹൈദരാബാദ് എപ്പോഴും ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഞങ്ങൾ ചെന്ന സമയത്ത് ഇതാ പ്രസൻ്റായിട്ട് നിൽക്കുന്നത്. നല്ല ചിൽ ക്ലൈമറ്റുമാണ്, ചൂടില്ല, ഡിഗ്രിയും കുറവാണ്. സമയം 7:30 എന്നാലും കണ്ടാൽ തോന്നില്ല കേട്ടോ വൈകിട്ട് 7:30 ആയെന്ന്. അതാണ് ഇവിടുത്തെ ഒരു അഡ്വാൻറ്റേജ് തോന്നിയത്. ലാസ്റ്റ് ഡേ ഇൻ ഹൈദരാബാദ് ആയതുകൊണ്ട് ബാഗൊക്കെ പാക്ക് ചെയ്ത് റൂമെല്ലാം ക്ലോസ് ചെയ്ത് നേരെ ഫുഡ് കഴിച്ചിട്ട് ചെക്കൗട്ട് ചെയ്യാൻ വന്നു. ചെക്കൗട്ട് ചെയ്തിട്ട് ക്യാബ് വിളിച്ചാണ് ഇന്ന് നമ്മൾ പോകുന്നത്. വേറൊന്നും ഉണ്ടല്ല, ലഗേജസ് ഉണ്ടല്ലോ. അങ്ങനെ ഓഫീസിലെത്തി പതിപോലെ തന്നെ മീറ്റിംഗ് റൂമിലേക്ക് കയറി. പിന്നെ ഞങ്ങൾ എത്രയും പെട്ടെന്ന് മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്ത് തിരിച്ച് വൈകിട്ട് ഒരു 4 മണിക്ക് ഓഫീസിൽ നിന്ന് ഇറങ്ങിയ രംഗമാണ്. അധികം ഷൂട്ട് ചെയ്തില്ല ഇന്ന്, വേറെ ഒന്നുമല്ല, മീറ്റിംഗ് ഉണ്ടായതുകൊണ്ട്. പിന്നെ നേരെ പോകുന്നു. നല്ല തിരക്കുണ്ട് കേട്ടോ ആ സമയം ആയതുകൊണ്ട്. ഓരോരുത്തരും ബൈക്കുകാരൊക്കെ നല്ല അഗ്രസീവ് ഡ്രൈവേഴ്സാണ്, പ്രോ ഡ്രൈവേഴ്സാണ് എല്ലാവരും ഇവിടെ വിളിക്കാനുള്ളത്. പക്ഷേ NHലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് നല്ല ഭംഗിയാണ്, റിലാക്സ് ആയിട്ട് വണ്ടി ഓടിക്കാം. അപ്പുറത്തും ഇപ്പുറത്തും ബിൽഡിങ്സും ഫ്ലാറ്റുകളും അതേപോലെ തന്നെ എന്താ പറയുക, വളരെ ഭംഗിയാണ്. നല്ല കഴിവുണ്ട് ആർക്കിടെക്ചറിൻ്റെ വഴിവൊക്കെ. നിങ്ങൾ ഫ്ലൈ ഓവറിൻ്റെ താഴത്തെ ഇത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഓരോരോ പടങ്ങളൊക്കെ വരച്ച് നല്ല അട്രാക്റ്റീവ് എന്ന രീതിയിൽ കളർഫുൾ ആയിട്ടാണ് ഹൈദരാബാദിലെ ആൾക്കാർ ഇതൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. കൊള്ളാം. നേരെ എയർപോർട്ട് എത്താറായി. എയർപോർട്ടിലേക്ക് വരുന്നതും എന്താ പറയുക, ഒരു ഫോറിൻ സ്ഥലത്തേക്ക് ഉള്ളതുപോലെ ഒരു ഫീല് ഗുഡ് നമുക്ക് തോന്നും. തിരക്കൊന്നുമില്ല കേട്ടോ, കാര്യമായിട്ട് പതുക്കെയാണ് പോകുന്നത്. തിരക്കൊന്നുമില്ലാതെ നല്ല ഭംഗിയായിട്ട് നല്ല രസമാണ് യാത്ര. അവിടെ രസമാണ്, നല്ല ക്ലൈമറ്റും എല്ലാം കൊണ്ടും രസമായിട്ട് തന്നെയാണ് പോകുന്നത് ഒരു രീതിയിൽ പറഞ്ഞാൽ. അങ്ങനെ ഞങ്ങൾ സേഫായിട്ട് എയർപോർട്ടിലെത്തി. എയർപോർട്ടിലെത്തിയാൽ മാത്രം പോരല്ലോ,
ഇവിടെയും കുറച്ച് പ്രൊസീജിയറൊക്കെ ഉണ്ടല്ലോ, കാരണം അത് 1 by 1 ആയിട്ട് എല്ലാം കഴിഞ്ഞ് നമ്മൾ ബാഗും സേഫായിട്ട് കൊടുത്തു വിട്ടു. അതിൻ്റെ ഒരു പ്രൂഫും കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ബാഗ് ആയതുകൊണ്ട് എന്തായാലും മാറിപ്പോവില്ല, അതെനിക്ക് ഉറപ്പായിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ വേറെ ആരും എടുക്കുകയില്ല. ഇനി ഇതേപോലത്തെ ബാഗ് ഉണ്ടെങ്കിൽ നമുക്ക് പേടിക്കാനില്ല. സേഫായിട്ട് ബാഗിനെ കയറ്റി വിട്ടിട്ടുണ്ട് എന്തായാലും. പിന്നെ നമ്മൾ നേരെ നടന്നു. ശരിക്കും എയർപോർട്ടിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ പുറത്തുള്ളവർക്ക് അത്രയും തിരക്ക് തന്നെ എയർപോർട്ടിൻ്റെ അകത്തുണ്ട്. ഭയങ്കര വലിയ എയർപോർട്ടാണ് സംഭവം. എൻ്റെ ഗേറ്റ് കിട്ടിയതെന്ന് വെച്ചാൽ 119ാമത്തെ ഗേറ്റാന്ന് പറഞ്ഞാൽ താഴെ 2 നില താഴെയായിട്ട് നേരെ വന്ന് ബോർഡ് പാസ് എടുത്ത് നേരെ നമ്മൾ ഫ്ലൈറ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ ദൂരം ഉള്ളതുകൊണ്ട് ഇവർ തന്നെ അറേഞ്ച് ചെയ്ത ബസ്സിലൂടെയാട്ടോ പോകുന്നത്. എയറോഡ്രോം ഭയങ്കര ഗംഭീരമായിട്ടാട്ടോ നിൽക്കണത്. കാരണം ഓരോ ഫ്ലൈറ്റും പല പല പ്ലെയിനുകളും അതിൻ്റെ ആക്സസറീസും അത് സപ്പോർട്ടീവ്സും എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതാ കാണുന്ന ഫ്ലൈറ്റാണ് എൻ്റെ. ദൂരെ നിന്ന് കാണുമ്പോൾ ഭയങ്കര വലുതാട്ടോ, ക്യാമറയിൽ അത്രയും ചെറുതായിട്ട് കാണുന്നുള്ളൂ, പക്ഷെ ഭയങ്കര ഗംഭീര വലുതായിട്ട് ഇങ്ങനെ അടുത്തുനിന്ന് കാണുമ്പോൾ തോന്നുന്നു. പൊതുവെ എപ്പോഴും നമ്മൾ ഡയറക്റ്റല്ലേ കയറുന്നത്. ആ കയറുന്ന സമയവും നല്ല ഭംഗിയുണ്ട്. ഒരു സൺസെറ്റിൻ്റെ സമയം ആയതുകൊണ്ടാണോന്ന് അറിയില്ല, നല്ല ഭംഗി രീതിയിലാണ് കാണാൻ പറ്റുക. നിങ്ങൾക്കും അങ്ങനെ തോന്നുമായിരിക്കും ഒരു പക്ഷേ. പിന്നെ പതുക്കെ പതുക്കെ നമ്മൾ സീറ്റ് നോക്കി 16ാമത്തെ സീറ്റാണ്, 16F സൈഡ് സീറ്റാണ് കിട്ടിയത്. അത് തപ്പി ബാക്കിൽ നിന്ന് ആയതുകൊണ്ട് കയറി മുമ്പിലേക്ക് വന്നു. നമുക്ക് അലോട്ട് ചെയ്ത സീറ്റിലേക്ക് ഇരിക്കുകയാണ്. സൈഡിൽ നിന്ന് ഞാനും ഒന്ന് ചെറുതായിട്ട് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു, എൻ്റെ ബാഗൊക്കെ കയറിയോ, എല്ലാവരുടെയും ബാഗ് കയറിയോ എന്ന് ഒരു സപ്പോർട്ടീവായിട്ട്. കുറച്ച് നേരത്തേക്ക് ഓരോ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതും ടേക്ക് ഓഫ് ചെയ്യുന്നതും വളരെ ഭംഗിയായിട്ട് എനിക്ക് കാണാനും ആസ്വദിക്കാനും പറ്റിയായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഊഴായിരുന്നു. പൈലറ്റ് നല്ല രീതിയിൽ ടേക്ക് ഓഫ് ചെയ്തു. ഞാൻ ആകാശ വ്യൂ ഒക്കെ കണ്ട് ഇങ്ങനെ തൊട്ടപ്പത്തിരിക്കുന്ന പാസഞ്ചറായിട്ട് വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ പോരുകയായിരുന്നു. അധികം വൈകാതെ തന്നെ കൊച്ചിയിലെത്തി. ഇറങ്ങി നേരെ താഴേക്ക്. ഇവിടെ അധികം നേരം വേണ്ടല്ലോ പുറത്തേക്ക് പോകാൻ വേണ്ടി. കാര്യം കമ്പയർ ടു ഹൈദരാബാദ് ചെറുതാണ്. ഒന്നാലും ഒന്ന് ചെക്ക് ചെയ്തേക്കാം, ബാഗൊക്കെ സേഫായിട്ട് തന്നെ അല്ലേ പോരുന്നത് എന്നൊരു സേഫ്റ്റിക്ക് ഒരു ചെക്കൊക്കെ ചെയ്തു. പറഞ്ഞ സമയം കൊണ്ട് തന്നെ ബാഗ് വന്നു. പിന്നെ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോകാനുള്ള തിരക്കായിരുന്നു. ക്യാബ് ബുക്ക് ചെയ്തു. ക്യാബ് വരുന്നത് വരെ സ്വന്തം പെട്ടി ഒന്ന് കറക്കി കളിച്ചു. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ, സി യു.